എല്ലാവർക്കും ഗീക്കിൻസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് GitHub Copilotനെ കുറിച്ചാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഈ ഒരു ടൂളിനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അതേപോലെ തന്നെ ഡെവലപ്പേഴ്സിൻ്റെ ഇടയിലും വലിയ സംസാര വിഷയമായിട്ടുള്ള ഒരു ടൂളാണ് ഈ GitHub Copilot എന്ന് പറയുന്നത്. ഇനി മറ്റനേകം ആൾക്കാർ ഈ ഒരു ടൂളിൻ്റെ വരവിന് ശേഷം പ്രോഗ്രാമേഴ്സിൻ്റെയൊക്കെ ജോലി നഷ്ടപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതിന് കാരണം മറ്റൊന്നുമല്ല, നമുക്ക് എന്ത് കാര്യമാണോ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടത് അതൊരു കമൻ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കോഡ് ഈ ടൂൾ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. ഇതുകൊണ്ടാണ് അനേകം ആൾക്കാർ ഈ ഒരു ടൂളിൻ്റെ വരവിന് ശേഷം പ്രോഗ്രാമേഴ്സിൻ്റെയൊക്കെ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല അല്ലേ? അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ ഈ ടൂളിൻ്റെ വരവോടുകൂടി പ്രോഗ്രാമേഴ്സിൻ്റെ ജോലി നഷ്ടപ്പെടുമോ, അതേപോലെ തന്നെ എന്തൊക്കെ ഉപകാരമാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളതെന്നും ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഇതൊരു എക്സ്റ്റൻഷനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ടൂൾ എക്സ്റ്റൻഷനായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങളിവിടെ സൈനപ്പ് ചെയ്യണം. അതായത് copilot.github.com എന്ന വെബ്സൈറ്റിൽ വന്ന ശേഷം നിങ്ങൾ സൈനപ്പ് ചെയ്യണം. അതിനുശേഷം നിങ്ങളൊരു വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. അപ്രൂവൽ കിട്ടിയ ശേഷം നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ ഇത് ടെക്നിക്കൽ പ്രിവ്യൂ എന്ന സ്റ്റേറ്റിലാണ് ഉള്ളത്. ഇപ്പോൾ ഏതായാലും എനിക്ക് നേരത്തെ ഇത് അപ്രൂവൽ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടൂൾ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെയും ഈ ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ആദ്യം തന്നെ എൻ്റെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ Copilot എന്ന ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതൊരു പ്രൊജക്ട് ഫോൾഡറായിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ പുതിയൊരു ഫയലൊന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഞാൻ app.js എന്ന പേര് കൊടുക്കുന്നു. അതായത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ടൂൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഈ ടൂൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നൊക്കെ നമുക്കിപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കാം. ഈ ടൂളിൻ്റെ ഫീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതൊരു കമൻ്റ് ആയിട്ട് എഴുതി കൊടുത്തെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കോഡ് ജനറേറ്റ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ആ കാര്യം നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ആദ്യം തന്നെ എനിക്കിവിടെ ഒരു സിമ്പിൾ കാൽക്കുലേറ്ററാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നീ ഫംഗ്ഷനാലിറ്റീസ് എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കമൻ്റായിട്ട് ഇവിടെ ഇങ്ങനെ എഴുതുന്നു: ഫംഗ്ഷൻ ടു ആഡ് ടു നമ്പേഴ്സ്. ഇപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ അതിന് ശേഷം ഒരു എൻ്റർ കീ പ്രസ് ചെയ്തപ്പോൾ ഫംഗ്ഷൻ ആഡ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സജഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഈ ടൂൾ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ടാബ് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് വീണ്ടും ടാബ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി കണ്ടൻറ്റ് പോലും ഇത് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാനിവിടെ വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, എനിക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു കമൻറ്റ് പോലും പറഞ്ഞു തരികയാണ്. അതായത് ഫംഗ്ഷൻ ടു സബ്ട്രാക്ട് ടു നമ്പേഴ്സ് എന്ന ഫംഗ്ഷനാലിറ്റി ആണോ ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് ടാബ് പ്രസ് ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ആവുന്നു. അതിനുശേഷം അതിൻ്റെ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ കണ്ടൻറ്റ് ജനറേറ്റ് ആയി. ഇനി വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഡിവിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാവുന്നതാണ്. ഇനിയും എൻ്റർ കീ പ്രസ് ചെയ്താൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് പോകുന്നതാണ്. ഇപ്പോൾ അടുത്ത ചോദിച്ചിരിക്കുന്ന സജഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക: ഫംഗ്ഷൻ ടു ടേക്ക് ഇൻപുട്ട് ഫ്രം ദ യൂസർ. അതായത് ഈ ഫംഗ്ഷനാലിറ്റീസ് ചെയ്യാൻ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് എടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ വേണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഫംഗ്ഷനാലിറ്റി വേണ്ട. പകരം ജസ്റ്റ് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്താൽ മതി എന്ന് പറയുന്നു. ഇപ്പോൾ ആ ഒരു ഫംഗ്ഷൻ എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക 1, 2 എന്നുള്ള അവിടെ സജഷനായിട്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇനി വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം സബ്ട്രാക്ട് എന്ന ഓപ്ഷനാണ് ഇനി വരുന്നത്. അതും നമ്മൾ എഴുതിയ കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ആണോ ചെയ്യേണ്ടത്, ഇനി അതേപോലെ തന്നെ ഡിവിഷൻ ആണോ ചെയ്യേണ്ടതെന്നെല്ലാം നമ്മളോട് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ടൂൾ വർക്ക് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ ഇത് എത്ര പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി മറ്റു കുറച്ച് കാര്യങ്ങളിലേക്കും കൂടെ നമുക്ക് പോകാം. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ പുതിയതായി പ്രോഗ്രാമിംഗ് പഠിച്ചു വരുന്ന ഏതൊരാളെയും തന്നെ കുറച്ച് കുഴപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് റെഗുലർ എക്സ്പ്രഷനും അതേപോലെ തന്നെ ഡേറ്റുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു ടൂൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ എനിക്കിവിടെ ഇമെയിൽ വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി: ഫംഗ്ഷൻ ടു വാലിഡേറ്റ് ആൻ ഇമെയിൽ അഡ്രസ്. ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള സജഷൻ അവിടെ വന്നു കഴിഞ്ഞു. ഫംഗ്ഷൻ ഈസ് വാലിഡ് ഇമെയിൽ. അതിനുശേഷം ഇമെയിൽ എന്ന ഒരു സ്ട്രിങ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡിംഗ് സ്റ്റാൻഡേർഡോ അതിൻ്റെ കോഡിംഗ് സ്റ്റൈലുകളോ ഒക്കെ തന്നെ ഇവിടെയും പിന്തുടരുന്നുണ്ട്. അത് പറയാൻ കാരണം ഇതാണ്: ഈസ് വാലിഡ് ഇമെയിൽ എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ പേര് എപ്പോഴും ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആയിരിക്കണം. പിന്നീട് വരുന്ന വേർഡ്സിൻ്റെ എല്ലാം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലുമായിരിക്കണം. ആ ഒരു പാറ്റേൺ ഇവിടെ തെറ്റാതെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്.
ഇനി ഒരു ടാബ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കണ്ടന്റും നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി തരുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ ഒരു സജഷൻ മാത്രമല്ല നമുക്ക് തരുന്നത്. ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സജഷൻസിൽ നിന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ കണ്ടന്റും നമുക്ക് അവൈലബിൾ ആയി വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ സജഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് വളരെ ചെറുതായിട്ട് ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. 2 ഡേറ്റ് റിസീവ് ചെയ്ത ശേഷം ആ ഒരു ഡേറ്റിൻ്റെ ഇടയ്ക്കുള്ള ദിവസങ്ങളുടെ എണ്ണം നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുന്നു, ഫങ്ഷൻ ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് ബിറ്റ്വീൻ 2 ഡേറ്റ്സ്. ഇപ്പോൾ ഇങ്ങനെ എഴുതി കൊടുത്തു കഴിയുമ്പോൾ എന്താണ് ഇത് നമുക്ക് വേണ്ടി ജനറേറ്റ് ചെയ്യുന്ന കോഡ് എന്ന് ശ്രദ്ധിക്കുക. ഡേയ്സ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക്കലി ആ ഫംഗ്ഷന് പേര് വരെ അത് കൊടുത്ത് നമുക്ക് വേണ്ടിയിട്ട് അതിനുള്ള കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ ഓരോ തവണയും പല കോഡായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. എല്ലാ തവണയും സെയിം കോഡ് തന്നെയൊന്നുമല്ല. ഇതിന് മനസ്സിലാവുന്നതനുസരിച്ച് അതിൻ്റേതായ രീതിയിൽ അത് കോഡ് ജനറേറ്റ് ആക്കി തരുന്നതാണ്. ശരി, ഇപ്പോൾ ഇത്രയും യൂസ്ഫുൾ ആണ് ഈ ഒരു ടൂൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈസ് വാലിഡ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൂള് ഒരു സജഷനിൽ തന്ന കോഡാണ് ഇത് എത്രത്തോളം ആശ്രയയോഗ്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ റെഗുലർ എക്സ്പ്രഷൻ്റെ അകത്ത് എന്തെങ്കിലും ചെക്ക് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയും ഇവിടെ അക്സെപ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്യാൻ എപ്പോഴും ഒരു ഹ്യൂമൻ അവിടെ വേണം എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ തന്നെ അവിടെ വേണമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ കോഡിനെയും നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നാണ് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള കോഡ് ഈ ഒരു ടൂൾ ജനറേറ്റ് ചെയ്യുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ URL-ലേക്ക് അജാക്സ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാനുള്ള ഒരു കോഡ് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ നമ്മൾ war http = new XML http request എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോഡ് എഴുതാറുണ്ട്. അല്ലെങ്കിൽ ഫെച്ച് API അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ കോഡ് ഒന്ന് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഞാനിവിടെ വീണ്ടും ഒരു കമൻറ്റ് എഴുതുന്നു. അതിനുശേഷം ഇങ്ങനെയൊരു കമൻറ്റ് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഫംഗ്ഷൻ ടു സെൻഡ് അജാക്സ് റിക്വസ്റ്റ് ടു എ URL ഇങ്ങനെ എഴുതുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, എനിക്ക് ആ ഒരു സജഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഓൾട്ട് കീയിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ബ്രാക്കറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് സ്ക്വയർ ബ്രാക്കറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എനിക്ക് ആ പല പേരിലുള്ള സജഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഇനി ഞാൻ ആ ഒരു ഫംഗ്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ സജഷൻസ് ഓട്ടോമാറ്റിക്കലി വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ അതിൻ്റെ കോഡ് എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു കോഡ് പോലും ഇതിന് വളരെ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് ഈ ഒരു ടൂൾ വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ജാവാസ്ക്രിപ്റ്റ് കൂടാതെ തന്നെ മറ്റ് പല ലാംഗ്വേജുകളിലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് C# ലാംഗ്വേജിലും കൂടെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുതിയൊരു C# ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും ന്യൂ ഫയൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം app.cs എന്ന പേര് അതിന് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു C# ഫയൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ യൂസിങ് സിസ്റ്റം എന്നെഴുതുന്നു. ഇനി നമുക്കൊരു നെയിം സ്പേസ് ഡിക്ലെയർ ചെയ്യാം. നെയിം സ്പേസ് എന്ന് പറഞ്ഞ ശേഷം മൈ ആപ്പ് എന്നെഴുതുന്നു. ഇപ്പോൾ നെയിം സ്പേസ് ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്ലാസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പബ്ലിക് ക്ലാസ് മൈ ആപ്പ് എന്നാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സജഷൻ ഇവിടെ വന്നത്? നമ്മൾ എഴുതിയ കോഡിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ക്ലാസിൻ്റെ പേര് ഇവിടെ സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി എനിക്ക് മെയിൻ മെത്തേഡ് ഇവിടെ റെക്കമെൻഡ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കണ്ടൻറ്റും എനിക്ക് ഇവിടെ തരുന്നുണ്ട്. അതിനുശേഷം ആ ഒരു മെയിൻ മെത്തേഡ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മുടെ ആ ക്ലാസിൻ്റെ ബ്രാക്കറ്റ്സ് നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കോഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതേ ഫീച്ചർ നിങ്ങളൊരു .NET ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ 2022 പ്രിവ്യൂ വേർഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ GitHub Copilot എങ്ങനെയാണ് C# ലാംഗ്വേജിൽ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും. ഇനി ഞാൻ ഇതിൽ മറ്റൊരു വ്യത്യസ്തപ്പെട്ട കാര്യം നിങ്ങൾ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒരു ക്ലാസ് ഇവിടെ പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ പബ്ലിക് ക്ലാസ് എന്ന് പറഞ്ഞ ശേഷം ഞാനിവിടെ സ്റ്റുഡൻറ്റ് എന്ന് എഴുതുന്നു. ഇപ്പോൾ ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ എനിക്ക് സ്റ്റുഡൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് സേവ് ചെയ്യണം. അതായത് നെയിമും ഏജും പോലുള്ള കാര്യങ്ങളാണ് സേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ആ ഒരു വേരിയബിൾ ചോദിക്കുന്നുണ്ട്, പബ്ലിക് സ്ട്രിംഗ് നെയിം എന്നുള്ള ഒരു വേരിയബിൾ ജനറേറ്റ് ചെയ്യട്ടെ. അത് ചെയ്തോളാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് പ്രോപ്പർട്ടി ആക്കുന്നു. ഗെറ്റ് സെറ്റ് എന്ന് പറയുന്ന കാര്യം കൂടെ ഇത് എഴുതി കൊടുക്കുന്നു. അതിനുശേഷം ഞാനൊരു എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് വരുന്ന സജഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏജ്. അതായത് തൊട്ട് മുകളിൽ നെയിം എന്ന് എനിക്ക് വെറുതെ കിട്ടിയ ശേഷം ഞാനവിടെ ഗെറ്റ് സെറ്റ് എന്ന കാര്യം കൂടെ സെറ്റ് ചെയ്തപ്പോൾ ഏജ് എന്നുള്ള സജഷനും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ എഴുതുന്ന കോഡ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ആക്ച്വലി സ്നിപ്പെറ്റുകൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെയിമും ഏജും എനിക്ക് വേണമെന്ന് ഞാനിവിടെ പറഞ്ഞു കൊടുത്തു.
ഇനി നമുക്ക് ഈ ഒരു മെയിൻ മെത്തേഡിൽ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ലിസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ മെയിൻ മെത്തേഡിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്റ്റുഡൻറ്റ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കട്ടെ എന്ന് എന്നോട് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് ഒബ്ജക്റ്റ് വേണ്ട, പകരം ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് മതി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നു, വാർ സ്റ്റുഡൻസ് ഈക്വൽ ടു ന്യൂ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ്. ഇപ്പോൾ എനിക്ക് ആ ഒരു ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം ഞാൻ കേളി ബ്രാക്കറ്റ്സ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എനിക്ക് അവിടെ ആ ലിസ്റ്റിൻ്റെ അകത്തേക്ക് പുതിയ സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടാബ് പ്രസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സജഷനിൽ വരുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റുഡൻറ്റ് ശ്രദ്ധിക്കുക, ജോൺ, മേരി എന്നുപോലുള്ള യുണീക്കായിട്ടുള്ള നെയിം വരെയാണ് നമുക്കിവിടെ ഇത് ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ എല്ലായ്പ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേ സജഷൻ തന്നെ ആയിരിക്കണം കിട്ടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിഫറൻ്റ് ആയിട്ടുള്ള സജഷൻസ് ആയിരിക്കും നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഈ ടൂള് ജനറേറ്റ് ആക്കി തരുന്നത്. ഇപ്പോൾ ഏതായാലും ഞാൻ സ്റ്റുഡൻസ് എന്ന ലിസ്റ്റിലേക്ക് 4 സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റുഡൻസിൻ്റെ നെയിമും ഏജും ഞാനിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലായ്പ്പോഴും ഇത് കോഡിംഗ് സ്റ്റാൻഡേർഡ് ഒന്നും അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. കാരണം ഇവിടെ കോമ ഇട്ട ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു സ്പേസും കൂടെ കൊടുക്കേണ്ടതാണ്. സിൻടാക്സിൻ്റെ ഭാഗമല്ലെങ്കിലും അതാണ് കുറച്ചുകൂടെ നല്ല മെത്തേഡ്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഇനി എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് 30-ന് മുകളിൽ പ്രായമുള്ള ആൾക്കാരെ ഫെച്ച് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം. ഇത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ആ വേരിയബിൾ നെയിം ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കോഡ് ജനറേറ്റ് ആവും. ഇപ്പോൾ ഇവിടെ എനിക്ക് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്ന സജഷൻ ഇതിനെ സോർട്ട് ചെയ്യട്ടെ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ അത് വേണ്ട, നമുക്ക് 30-ന് മുകളിൽ പ്രായമുള്ളവരെ മാത്രം ഫെച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നു, വാർ ഏജ് ഗ്രേറ്റർ ദാൻ 30. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ എന്താണ് സജഷൻ വരുന്നതെന്ന് ശ്രദ്ധിക്കുക. നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ക്വറി ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ജസ്റ്റ് സ്റ്റുഡൻസ് ഡോട്ട് എന്ന് പറഞ്ഞ ശേഷം വേറൊന്ന് ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്വറി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഞാനിവിടെ പറഞ്ഞു കൊടുക്കാതെ തന്നെ 30-ന് മുകളിൽ പ്രായമുള്ള ആൾക്കാരെയാണ് ഫെച്ച് ചെയ്യേണ്ടതെന്ന് ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ എൻ്റെ വേരിയബിൾ നെയിം നിങ്ങൾ ശ്രദ്ധിക്കുക, ഗ്രേറ്റർ ദാൻ 30 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 30-ന് മുകളിലാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രായമെന്ന് ഇത് മനസ്സിലാക്കിയെടുത്തു. അതേപോലെ തന്നെ നെയിം ഗ്രേറ്റർ ദാൻ 30 എന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല എന്നും ശ്രദ്ധിക്കുക. കാരണം അതൊരു സ്ട്രിങ് വാല്യൂ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയും ഇവിടെ ഏജിനെയാണ് നമുക്കിങ്ങനെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഉപയോഗിച്ച് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുകയൊക്കെ എത്ര ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി C# ജാവാസ്ക്രിപ്റ്റിലും മാത്രമല്ല, ഇത് പൈത്തണിലോ അല്ലെങ്കിൽ ടൈപ്പ് സ്ക്രിപ്റ്റിലോ HTML ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് PHPയിലും അതേപോലെ തന്നെ പൈത്തണിലും ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, ടൈപ്പ് സ്ക്രിപ്റ്റിലും ഒക്കെ നോക്കി. ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ഈ ലാംഗ്വേജിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതോടെ ഈ ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് നമ്മുടെ അവശേഷിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള നല്ല വശങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ, അതേപോലെ തന്നെ ഇത് ഡെവലപ്പേഴ്സിൻ്റെ ജോലി ഇല്ലാതാക്കുമോ? ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ? ഇപ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഏറെക്കുറെ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ ഈ ഒരു ടൂൾ കൊണ്ട് പറ്റും. അതായത് ഈ റെഗുലർ എക്സ്പ്രഷൻ, ഇമെയിലിലേക്ക് വാലിഡേഷന് വേണ്ടിയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷനൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ ഒരുപാട് സമയം ചിലപ്പോൾ ചിലവഴിച്ചേക്കാം. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാനുള്ള കോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന സമയം നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി ഇത് സജഷനായി തരുന്നത് കൊണ്ട് ആ ഒരു സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് എനിക്കിതിൽ നിന്ന് നോക്കിയിട്ട് ഏറ്റവും നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ദൂഷ്യവശങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, പുതിയതായി പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് പ്രോഗ്രാമിംഗിൽ അല്ലെങ്കിൽ ഒരു നല്ല കമ്പനിയിൽ ജോലി മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് കോഡ് ചെയ്യരുത് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാം. അതായത് ഇപ്പോൾ പൊതുവേ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ, പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്ന നല്ലൊരു ശതമാനം ആൾക്കാരിലും കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് പറഞ്ഞാൽ, വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക, ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ, അതായത് താരതമ്യം ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ പുതിയ ട്രെൻഡുകൾക്ക് പുറകെ മാത്രം പോവുക. അൽഗോരിതംസിനോ അല്ലെങ്കിൽ ഡേറ്റ സ്ട്രക്ചേഴ്സിനോ ഒന്നും പ്രാധാന്യം കൊടുക്കാതെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു പോവുക, സജഷൻസ് കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതേപോലെ തന്നെ എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ലൈബ്രറീസ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള ഒരു പ്രവണതയാണ് പുതിയ ആൾക്കാരിൽ, അതായത് പുതിയതായി പ്രോഗ്രാമിംഗ് പഠിക്കുന്ന പലരിലും കാണുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ ഇതേപോലെ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കോഡിങ്ങിൻ്റെ കഴിവിനെ തന്നെ അത് നശിപ്പിച്ച് കളയുമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ദൂഷ്യവശമായിട്ട് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കോഡിംഗ് സ്കില്ലിനെ ഇത് ബാധിക്കും, പ്രത്യേകിച്ച് പുതിയതായി പ്രോഗ്രാമിംഗ് പഠിക്കുന്നവരെ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിക്കുന്നതെന്നും നമ്മൾ ഒരിക്കലും അറിയുന്നില്ല.
തന്നെയുമല്ല ഈ ഒരു പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കോഡ് എത്ര ഒപ്റ്റിമൈസ്ഡ് ആണെന്നോ അല്ലെങ്കിൽ അതിന് എത്ര ക്വാളിറ്റി ഉണ്ടെന്നോ ഒന്നും ഒരിക്കലും അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാമിംഗ് നന്നായി പഠിച്ച ശേഷം മാത്രം ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കുക. അല്ലാതെ ഇത്തരത്തിലുള്ള ടൂൾ നിങ്ങൾ തുടക്കത്തിലേ ഉപയോഗിച്ചാൽ നിങ്ങൾ ബ്ലൈൻഡായിട്ട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിത്തീരും. അത് നിങ്ങളുടെ കോഡിൻ്റെ ക്വാളിറ്റിയെ തന്നെ ബാധിച്ചേക്കാം. ഇനി അവസാനത്തെ ചോദ്യം, ഈ ഒരു ടൂള് ഡെവലപ്പേഴ്സിൻ്റെയൊക്കെ ജോലി കളയുമോ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഈ ഒരു ടൂള് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇതിനൊരിക്കലും ഓട്ടോമാറ്റിക്കലി ഒരു ബിസിനസ് ലോജിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ പബ്ലിക്കായിട്ടുള്ള റെപ്പോസിറ്ററികളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുത്ത് നമ്മൾ പറയുന്നതനുസരിച്ച് കോഡ് ജനറേറ്റ് ചെയ്ത് തരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ റീപ്ലേസ് ചെയ്യാൻ ഇതിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ അങ്ങനെ കഴിയണമെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ഇ-കൊമേഴ്സ് സൈറ്റാണ് ഉണ്ടാക്കണമെങ്കിൽ ഞാനിവിടെ കമൻ്റായിട്ട് എഴുതി കൊടുക്കുകയാണ്, എനിക്കൊരു ഇ-കൊമേഴ്സ് സൈറ്റ് ഉണ്ടാക്കണം, ഇതുപോലുള്ള കുറച്ച് ഫീച്ചേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല രീതിയിൽ അതിനെ സോൾവ് ചെയ്ത് അതൊരു കോഡായിട്ട് അല്ലെങ്കിൽ പ്രൊജക്റ്റായിട്ട് റൺ ചെയ്ത് തന്നാൽ സമ്മതിക്കാൻ മനുഷ്യരെ റീപ്ലേസ് ചെയ്യാൻ ഇതിന് പറ്റും. പക്ഷേ അത്തരത്തിലുള്ളൊരു കേപ്പബിലിറ്റിയിലേക്കൊന്നും ഒരിക്കലും ഇത് വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു കാര്യം ഞാൻ സമ്മതിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ പ്രോഗ്രാം ചെയ്യുന്ന രീതിയെ കുറേയൊക്കെ സ്വാധീനിച്ചേക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മൾ പഞ്ച് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് വന്നപ്പോൾ അസംബ്ലി ലാംഗ്വേജ് വന്നു. അതിനുശേഷം പിന്നീട് സി പോലുള്ള ലാംഗ്വേജുകൾ വന്നു. ഇനി അതിലും അഡ്വാൻസ്ഡ് ആയിട്ട് ജാവ പോലുള്ള ലാംഗ്വേജുകൾ വന്നു. ഇനി ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതേപോലെ AI ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമിംഗ് ആയിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം ഉപയോഗിക്കാൻ പഠിക്കേണ്ടതായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കോഡ് എഴുതുന്ന രീതിക്ക് കുറച്ചൊക്കെ മാറ്റം വന്നേക്കാമെങ്കിലും പ്രോഗ്രാമേഴ്സിനെ അങ്ങ് അപ്പാടെ ഇല്ലാതാക്കി അതിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്ത് ഇത്തരത്തിലുള്ള ടൂളുകൾ ഒരിക്കലും മാറില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ടൂളിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ ചോദ്യങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലത്തെ കൂടുതലായിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.